ഹലോ ഗൈസ്, ഇത് വേറൊരു പാറ്റേൺ കേട്ടോ. ഡ്യൂൺ ഹലോ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതിൻ്റെ ഇപ്പം നമ്മൾ ബേസ് അടിച്ചിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് തൊട്ട് ഓൾറെഡി കുട്ടിയിട്ട് പ്രൈമർ അടിച്ച ഭിത്തിയാണ്. അപ്പോൾ അതിൽ ബേസ് അടിച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ കേട്ടോ. ഡ്യൂൺ നമ്മളിവിടെ കളർ ടിൻറ്റ് ചെയ്തെടുത്താണ്. അത് ഒരു ഗോൾഡ് വേണം, പാർട്ടിക്ക് ഗോൾഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഗോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് മെറ്റീരിയൽ. പേരുടെ ഡ്യൂൺ ഹാലോ എന്ന് പറഞ്ഞൊരു പാറ്റേണാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ പാറ്റേൺ അടിച്ചിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മളെ പാറ്റേൺ. ഇത് മഞ്ഞ് വീഴുന്ന ഒരു ടൈപ്പാണ്. ഇതാണ് നമ്മുടെ പാറ്റേൺ. സീലിങ്ങിലെല്ലാം കണ്ടിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മുടെ ഇപ്പോൾ ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് പാറ്റേൺ ഇടുക. ഇത് ചെയ്യണുണ്ടോ? ഇതുപോലെയാണ് പാറ്റേൺ ഇടുക. എങ്കിൽ അത് വൃത്തിയായിട്ട് കിട്ടുള്ളൂ. പിന്നെ പ്രത്യേകം ടൂൾ തുടച്ച് വേണം നമുക്ക് ചെയ്യാൻ. ഇതുപോലെ റോളർ നമ്മൾ റോളറിങ്ങനെ അടിച്ചടിച്ച് കൈയോടെ ചെയ്ത് പോകണം. റോളർ അടിച്ചിട്ട് ഉണങ്ങാൻ ടൈം കൊടുത്തു കഴിഞ്ഞാൽ പാറ്റേൺ കിട്ടില്ല. സപ്പോസ് എങ്ങാനും ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് റോളർ ചെയ്ത് വേണം എടുക്കാൻ. മെറ്റീരിയൽ നിർത്താതെ വേണം. ഒരുപാട് സ്മൂത്ത് ചെയ്തിട്ട് ഡ്രൈ ആക്കരുത്. ഞാൻ ഇപ്പോൾ ഈ പാറ്റേൺ കാണുന്നില്ലേ, ഇതുപോലെ ഒരു സിമ്പിൾ മെത്തേഡാണിത്. ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒരു 8 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ പാറ്റേൺ കിട്ടും. ഇതിൽ ശ്രദ്ധിക്കാനുള്ള റോളർ അടിക്കുമ്പോഴുള്ള ടൈമിങ്. പിന്നെ ഒരാൾ റോളർ അടിച്ച് പോകുമ്പോൾ കൈയോടെ തന്നെ വേറൊരാൾ ഇത് പാറ്റേൺ അടിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. പാറ്റേൺ നമുക്ക് ഉദ്ദേശിച്ച പോലെ കിട്ടില്ല. ഇതാണ്ടോ. ചെറിയൊരു അൽത്താരയാണത്. മേഘം പാറി നിൽക്കുന്ന പോലെ കണ്ടോ. ഇത് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടത് മെയിനായിട്ട് ഒരു ട്രേ വേണം, പിന്നെ ഒരു റോളർ, പിന്നെ ഒരു ബ്രഷ്. സൈഡ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ ഒരു ബ്രഷ് വേണം. പിന്നെ ഇതാണ് നമ്മളെ ടൂള്. ഇതാണ് ഇതിൻ്റെ ടൂള്. ഈ ടൂൾ ഉപയോഗിക്കുമ്പോൾ ഒരു തുണി നനച്ച് ഇതുപോലെ തുടച്ചിട്ട് വേണം നമുക്ക് ഈ പാറ്റേൺ ഇടാൻ. എങ്കിലേ ആ പാറ്റേൺ വൃത്തിയായി കിട്ടുള്ളൂ. അതുപോലെ ടൂളിൽ വല്ല സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാറ്റേൺ കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ടൂൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. താഴത്ത് വലിച്ചു വാരിയൊക്കെ ഇട്ട് സ്ക്രാച്ച് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ ടൂൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മളെ പാറ്റേൺ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പാറ്റേൺ അടിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ മാക്സിമം ആൾക്കാരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.